നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നതും വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതും ഒരു നിർമ്മാതാവിൻ്റെ അടുത്താണ്. നിർമ്മാതാവ് മാത്രമല്ല കേട്ടോ, അദ്ദേഹം നല്ലൊരു നടനാണ്. മലയാളം മാത്രമല്ല അന്യഭാഷകളിലും തൻ്റേതായ സ്വാധീനം അറിയിച്ച ദിനേശ് പണിക്കരാണ് ഇന്ന് എന്നോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്. സാറിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. സർ നമസ്കാരം. നമസ്കാരം. ഞാൻ എന്താ പറയുക, കുറേ കാലം കൊണ്ട് തേടി നടക്കുകയാണ് ഒന്ന് കൈ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പം മലയാളത്തിൽ മാത്രമല്ല ഇപ്പം അന്യഭാഷകളിലേക്കും കൂടി എത്തിയതുകൊണ്ട് വളരെ തിരക്കിലാണെന്നറിയാം. എന്നാലും ഇതിനിടയിലൊക്കെ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഒരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കാരണം നമ്മൾ മമ്മൂട്ടീനെയൊക്കെയാണ് എപ്പോഴും പറയുന്നത്, പക്ഷെ അതിർക്കും മേലെ. അല്ല, ബ്യൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ വളരെ അഭിമാനത്തോടൊരു കാര്യം പറഞ്ഞോട്ടെ. മമ്മൂക്കയുടെ കൂടെ ഞാൻ ഇഷ്ടംപോലെ വർഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം എൻ്റെ വലിയ ക്ലോസ് ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ എന്നെ ഒരു അനിയനായിട്ട് കണ്ടിട്ടുണ്ട്. അതൊരു കാലം ഉണ്ടായിരുന്നു. കാരണം ട്രിവാൻഡ്രത്തിൽ അനിയത് മമ്മൂക്ക എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പലയിടത്തും പോവുമായിരുന്നു. അന്ന് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ ശേഷം മമ്മൂക്ക ഞാനൊരു ചെറിയൊരു എന്താ പറയുക വിട്ടു നിൽക്കുന്ന അവസ്ഥ വന്നു. കാരണം മമ്മൂക്ക വേറെ ലെവലിലോട്ടങ്ങ് എത്തി. ഞാനാണെങ്കിൽ പറഞ്ഞ പോലെ എൻ്റെ വശവും മാറി. കാരണം ഞാൻ പ്രൊഡ്യൂസറായിരുന്നല്ലോ, പ്രൊഡ്യൂസർ ഇത് മാറി വളരെ ഒരു സാധാ ആക്ടറായിട്ട് അങ്ങ് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ കൂടെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ അഭിനയിച്ചിട്ടുമില്ല. ഞാൻ ഈ അടുത്ത പദയാത്ര എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയി. അപ്പം മമ്മൂക്കയെ അങ്ങനെ കാണാനാണ് ഞാനും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ മമ്മൂക്ക ഒരു അസുഖമെല്ലാം കഴിഞ്ഞ് തിരിച്ചൊരു വരവല്ലേ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഒന്ന് കാണണം, കെട്ടിപ്പിടിക്കണം, അദ്ദേഹത്തിനെ കൺഗ്രാലേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ വെച്ച് നോക്കുമ്പോൾ മമ്മൂക്ക ഇങ്ങനെ നടന്നു വരുന്നു. ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ എന്നെ കണ്ട് ചിരിച്ചു കഴിയുമ്പോൾ ഞാൻ ചെന്ന് കൈ കൊടുത്തു. കൈ കൊടുത്തപ്പോൾ കൈ ഇങ്ങനെ തന്നതിന് ശേഷം മമ്മൂക്ക എൻ്റെ തോളത്ത് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ മുഖത്ത് നോക്കി. സുന്ദരനായിരിക്കുന്നല്ലോ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വർഷം ഞാൻ മമ്മൂക്കയുടെ കൂടെ നടന്നിട്ട് ഇതുവരെ മമ്മൂക്ക അങ്ങനെ ഒരു കമൻറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം മമ്മൂക്ക ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഓസ്കാർ അവാർഡ് കിട്ടിയതുപോലെ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഹാപ്പി ആയിട്ട്. അതെ അതെ. അല്ല എന്ന് വെച്ചാലേ നമ്മൾ എന്നും ഫ്രെയിമിൽ കാണുമ്പം ഒരു ആൾക്കാരെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ ഒരു രീതി പ്രതീക്ഷിക്കുമല്ലോ. ഇത് ഇന്നും നിലയല്ലല്ലോ, കുറേ കാലഘട്ടം കൊണ്ട് നമ്മൾ കാണുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം കൊച്ചിലെ മുതൽ കാണുന്ന ഒരു ഫേസ് അതും അന്നും ഇന്നും ഒരേപോലെ നിൽക്കുമ്പോൾ എല്ലാവർക്കും അത് സാധിക്കണം എന്നില്ലല്ലോ. അപ്പോൾ ഈ തിരക്കുകൾക്കിടയിലൊക്കെ അത് ഞാനൊരു തുടക്കം എന്നുള്ള രീതിയിൽ ചോദിച്ചതാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് തന്നെ കിടക്കാം. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് തൊടാത്ത മേഖലകളില്ല. എനിക്ക് തോന്നുന്നത് പഠനത്തിലാണെങ്കിൽ വ്യത്യസ്തമായിട്ട് എല്ലാവരും പേടിക്കുന്നൊരു വിഷയമാണ് കെമിസ്ട്രി. അതെടുത്തു. അതിനുശേഷം പിന്നെ അങ്ങോട്ട് മൊത്തം വഴിത്തിരിവുകളാണല്ലേ. ജോലിയിലേക്ക് പ്രവേശിക്കുന്നു, ഒരു മെഡിക്കൽ റെപ്പ് ആവുന്നു, അത് കഴിഞ്ഞ് കെൽട്രോണ്, പിന്നെ ബിസിനസ്സുകാരൻ, പിന്നെ നിർമ്മാതാവ്, പിന്നെ ഇതാ അഭിനേതാവ്, അങ്ങനെ ഒരു ചാപ്റ്റർ അങ്ങ് നിൽക്കുകയാണ്. ഒടുവിൽ യൂട്യൂബറായിട്ട്. അപ്പോൾ ഏത് റോളിലാണ് ഞങ്ങൾ ദിനേശ് പണിക്കർ എന്നൊരു വ്യക്തിയെ കാണേണ്ടത്? സാറിന് അതിൽ ഏത് മോഡലാണ് ഏറ്റവും ഇഷ്ടം? അല്ല, ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒരു നടനായിട്ടാണ്. ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. എസ്പെഷ്യലി കിരീടം സിനിമയുടെ നിർമ്മാതാവാണെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ഞങ്ങൾ ഓർത്തു വെക്കുന്നൊരു സിനിമയാണ്, ഇഷ്ടപ്പെടുന്ന സിനിമയാണ്, മോഹൻലാലിൻ്റെ സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത് നമ്മൾ എന്നും സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അത് കുറേ വർഷം ഞാനൊരു സീരിയൽ നടനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ സീരിയലിൽ നിന്ന് ഒരു ചെറിയ പ്രൊമോഷനായി എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഇപ്പോൾ കൂടുതൽ സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സീരിയൽ ചെയ്യുന്നില്ല. ഇപ്പോൾ സീരിയലിൽ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു നടനായിട്ട് അറിയപ്പെടാൻ തന്നെയാണ്. ഇപ്പോൾ എല്ലായിടത്തും പറയുമ്പോഴേക്കും നമ്മുടെ പ്രിയപ്പെട്ട നടനായ ഇങ്ങനെ പറയുമ്പോൾ ഞാനൊന്ന് ഹാപ്പിയാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസറിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഷോർട്ട് ലിവ്ഡാണ്. നമുക്ക് ജീവിതകാലം മുഴുവൻ പ്രൊഡ്യൂസറാകാൻ സാധിക്കില്ല. നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ, നല്ല ടൈമാണെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസറായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു നടനാകണമെങ്കിൽ ആൾക്കാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം, നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് നിൽക്കാം. കിട്ടുന്ന ക്യാരക്ടർ അല്ലേ, കിട്ടുന്ന ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർ സൂചിപ്പിച്ച പോലെ തന്നെ നിർമ്മാതാവിലേക്ക് നമ്മളൊന്ന് വരികയാണെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ മെഡിക്കൽ റെപ്പ് ഫീൽഡിൽ നിന്ന് അതിൽ നിന്ന് കെൽട്രോണിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന വിഷനിലൂടെ ആയിരിക്കുമല്ലോ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തും കൂടി ആകുമ്പോൾ അത്രത്തോളം സ്പേസ് നമുക്കില്ല. ചുരുങ്ങിയ ഒരു ടൈം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് നമ്മൾ നേടിയെടുക്കണം എന്നുള്ളൊരു ടൈം പീരീഡ് ആയിരുന്നു. ആ സമയത്ത് അത്രയൊക്കെ ചിന്തിച്ച് എങ്ങനെയാണ് നിർമ്മാതാവ് എന്ന രീതിയിലേക്ക് എത്തിയതും അതേപോലെ തന്നെ ഒരു കാസറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വീഡിയോ കാസറ്റ് ഇന്ന് നമ്മൾ ചില എന്താ പറയുക എന്തെങ്കിലും എക്സ്പീരിയൻസിനൊക്കെ വേണ്ടിയിട്ട് കാണുക അങ്ങനെയൊക്കെ തപ്പിപ്പോകുന്നതാണ്.
പക്ഷേ അന്ന് സാർ അതിൻ്റെ കൂടെ പോയി. ഞാനൊരു വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് ഓടിച്ചു പറയാം. അതായത് എൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഞാൻ കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ എടുക്കണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് മാത്സിലൊക്കെ ഞാൻ 100% മാർക്ക് മേടിച്ചോളാം ഡിഗ്രിക്ക്. അപ്പോൾ അത്രയും നമ്മൾ ഈ പഠിക്കാൻ എടുക്കണമെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ അച്ഛൻ വലിയൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം കുറേ കമ്പനിയുടെ MDയും ആ ഒരു സമയത്ത് തന്നെ നല്ലൊരു പോസ്റ്റിലിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എഞ്ചിനീയർ ആകണം എന്നുള്ളായിരുന്നു. എൻ്റെ മനസ്സിലും അത് തന്നെയായിരുന്നു. ഞാൻ ഇമ്മീഡിയറ്റ്ലി അന്ന് ഈ REC ടെസ്റ്റൊക്കെ എഴുതി. എനിക്ക് REC ട്രിച്ചിറാപ്പള്ളിയിൽ അവിടെ എൻജിനീയറിങ്ങിന് കിട്ടി. അപ്പോൾ പിന്നെയാണ് പെട്ടെന്ന് ഞാൻ ഈ ഇൻ്റർവ്യൂസിനൊക്കെ പോയി കഴിഞ്ഞാൽ ഷൈൻ ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ തമാശയ്ക്ക് പല പല കമ്പനികളുടെ സെയിൽസ് റെപ്സ് അല്ലെങ്കിൽ മെഡിക്കൽ റെപ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇത് പേപ്പറിൽ കാണുമ്പോൾ ഞാൻ ചുമ്മാ അങ്ങ് അപ്ലൈ ചെയ്യും. അപ്പോൾ അന്ന് സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഡിഗ്രി പാസ്സായിട്ട് പോലും ഇല്ല. പല ഇതിനകത്തും ഞാൻ ചെന്ന് കഴിയുമ്പോഴേക്കും അവർ പറയും യു ആർ സെലക്റ്റഡ്, ബട്ട് ഡിഗ്രി പാസ്സായിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഡിഗ്രി പാസ്സായാലും ഉടനെ ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ വിചാരിച്ചു ഇനി 5 വർഷം കൂടെ എഞ്ചിനീയറിംഗ് പഠിക്കണം. അച്ഛൻ്റെ ആഗ്രഹമാണ്, എൻ്റെയും ആഗ്രഹമാണ്. പക്ഷേ എന്നാൽ 5 വർഷം പഠിക്കാൻ മനസ്സില്ലാതെ ഞാൻ എന്ത് ചെയ്തു, അന്ന് അപ്ലൈ ചെയ്ത ഒരു ഒളിമ്പിക് എന്ന് പറയുന്ന അന്ന് ടോപ്പ് കമ്പനിയാണ് ഒളിമ്പിക് എന്ന് പറയും. അതിനകത്ത് എനിക്ക് കിട്ടി. എൻ്റെ ലൈഫ് അവിടെ ഞാനങ്ങ് തീരുമാനിച്ചു. എൻ്റെ അച്ഛൻ ആദ്യം അപ്സെറ്റായിരുന്നു, പക്ഷേ അതിനുശേഷം അച്ഛനെ സംബന്ധിച്ചു യു ഡു വാട്ട് യു വാണ്ട് എന്ന് പറഞ്ഞ ഫ്രീഡം വന്നൊരു എനിക്കൊരു അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ ജോലി കയറി. അത് കഴിഞ്ഞ് ഒരു 6 വർഷത്തോളം ആ ജോലി നിൽക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ അകാലത്തിൽ പെട്ടെന്ന് മരിച്ചുപോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛനപ്പോൾ കെൽട്രോണിലായിരുന്നു. അങ്ങനെ എനിക്ക് കെൽട്രോണിൽ കയറാനുള്ള ഒരു യോഗം കിട്ടി. കെൽട്രോണിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരുന്നു ഞാൻ. അങ്ങനെ കെൽട്രോണിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് കുറച്ച് ബിസിനസ് ഒരു അക്യൂമെൻ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം അന്നത്തെ കാലത്ത് എനിക്ക് തോന്നി ഈ ആൾക്കാരെല്ലാവരും തന്നെ സിനിമ കാണണമെങ്കിൽ ഇപ്പോൾ അന്നത്തെ ദുബായിൽ നിന്നുള്ള തോംസൺ, റാഫ എന്നൊക്കെ പറഞ്ഞ 2-3 കമ്പനിക്കാർ മാത്രമേ ഉള്ളൂ. അവിടെ നിന്നുള്ള കാസറ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഈ കുറച്ച് സർക്കുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താൽ പോലും പെട്ടെന്ന് പടം തീർന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ലിമിറ്റേഷൻ ഉണ്ട് പടം കാണുന്നതിനെ പറ്റി. അപ്പം ഞാൻ ആലോചിച്ചു വൈ ഡോണ്ട് ഐ സ്റ്റാർട്ട് എ വീഡിയോ ലൈബ്രറി എന്നൊരു കോൺസെപ്റ്റ്. 1983 അന്ന് ഒരു വീഡിയോ കാസറ്റ് പ്ലെയറിന് 1 ലക്ഷം രൂപയ്ക്കാണ് വില. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ തീരുമാനിച്ചു ഈ പറഞ്ഞിട്ട് ഇത് നല്ലൊരു ബിസിനസ്സാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ധൈര്യത്തിൽ അങ്ങ് ഇറങ്ങി. അപ്പോൾ ജോലിയുണ്ട്, എനിക്ക് കെൽട്രോണിൽ ജോലിയുണ്ട് ആ സമയത്ത്. അങ്ങനെ 1983 ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഭയങ്കര ഹിറ്റായിട്ട് മാറി. ട്രിവാൻഡ്രത്തുള്ള രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, പോലീസുകാർ, എൻ്റെ സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാവരും വന്ന് എൻ്റെ കടയിൽ വന്ന് കാസറ്റ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ വാടകയ്ക്ക് എടുത്തു തുടങ്ങി. അന്ന് 10 രൂപ പെർ ഡേ ആണ് വാടക. അങ്ങനെ അത് ഒരു ഭയങ്കര ബിസിനസ്സായിട്ട് മാറി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുത്തൊരു ബ്രാഞ്ച് കരവനയിൽ തുടങ്ങി. അതും സക്സസ്ഫുള്ളായി. അങ്ങനെ ഒരു 86, 87 ഒക്കെ ആക്കി കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ജോലി, ബിസിനസ് എല്ലാം കൂടി വല്ലാത്തൊരു ടൈറ്റ് സിറ്റുവേഷനായിരുന്നു എനിക്ക്. ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്തൊരു ഐഡിയ എനിക്ക് തോന്നി. അവിടെ തോംസണും റാഫയൊക്കെ വിലസുകയല്ലേ, ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മലയാളത്തിന് കോപ്പിറൈറ്റ് ആർക്കും ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്തുകൂടാ? അങ്ങനെ ഞാൻ ജനുവരി ഒരു ഓർമ്മ എന്നൊരു പടം ആദ്യമായിട്ട് അന്നത്തെ കാലത്ത് 1 ലക്ഷം രൂപ കൊടുത്ത് തരങ്കിണി ശശി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുടെ റൈറ്റ്സ് വാങ്ങിച്ച് അത് ആദ്യമായിട്ട് ഞാൻ ഇന്ത്യയിൽ ഇറക്കി. അങ്ങനെ അതിൽ നിന്നൊരു തുടക്കം കുറിച്ച് രോഹിത് വീഡിയോ, രോഹിത് എന്ന് പറഞ്ഞ മോന്റെ തന്നെയാണ് ഒരു ചരിത്രം. കാരണം കേരള ചരിത്രത്തിൽ തന്നെ അത് ലേബൽ ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം അത് നമ്മൾ ഇപ്പോഴും നോക്കുമ്പോഴാണ് പലർക്കും അറിയില്ല. പലർക്കും അറിയില്ല. കാരണം എല്ലാവരും എന്നെ കാണുന്നത് ഒരു സീരിയൽ നടനായിട്ടാണ് അല്ലെങ്കിൽ സിനിമാ നടനായിട്ടാണ്. പക്ഷെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുള്ളതായിട്ട് പലർക്കും അറിയില്ല. അപ്പം അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കോപ്പിറൈറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ രോഹിത് വീഡിയോ തുടങ്ങി. അങ്ങനെ ഒരു 400 പടങ്ങളുടെ കോപ്പിറൈറ്റ് എൻ്റെ പക്കലുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ സിനിമാക്കാരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. കാരണം അവർ കോപ്പിറൈറ്റ് വിൽക്കണമെങ്കിൽ എൻ്റെ അടുത്ത് വരണം. അങ്ങനെ വന്ന് സിനിമയായിട്ട് വളരെ വളരെ നല്ല ബന്ധങ്ങൾ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് എൻ്റെ ഈ കിരീടം ഉണ്ണി എന്നറിയപ്പെടുന്ന കൃഷ്ണകുമാർ, ശരിക്കും പേര് കൃഷ്ണകുമാർ എന്നാണ്. ഉണ്ണിയും ഞാനും കൂടെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതിന് നമുക്ക് ഒരുമിച്ചൊരു സിനിമ എടുത്തുകൂടെ. അങ്ങനെയാണ് പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ കോമൺ സുഹൃത്തായ മോഹൻലാലിനെ പോയി കാണുകയും, ലാലിനെ എനിക്ക് 1980 മുതലേ അറിയാം. ലാല് അന്ന് ഉദയ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന സമയത്ത് മുതൽ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ലാലിനെ പോയി കാണുന്നു. തൂവാന തുമ്പികൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തൃശ്ശൂർ നടക്കുക. അവിടെ പോയി കണ്ട് ഞങ്ങൾ ലാലിനോട് കാര്യം പറയുന്നു, ഒരു അഡ്വാൻസ് കൊടുക്കുന്നു. അന്ന് പടത്തിൻ്റെ പേരൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല, ഡയറക്ടർ പോലും ഫൈനലൈസ് ചെയ്തിട്ടില്ല. അന്ന് അതിന് ശേഷമാണ് 1-2 വർഷത്തിനുള്ളിൽ ഞങ്ങളത് കറങ്ങിത്തിരിഞ്ഞാണ്. കാരണം ആദ്യം ഞങ്ങൾ വേണു നാഗവള്ളിയാണ് സംവിധാനം വെച്ചിരുന്നത്. പിന്നെ വേണു നാഗവള്ളിയുടെ ആ ഒരു ടൈം ശരിയല്ലാത്തതുകൊണ്ടോ
ഈ പറഞ്ഞ പോലെ എങ്ങനെയോ അത് തലതിരിഞ്ഞ് മാറി അവസാനം അത് സിബി മലയിലിൻ്റെ കയ്യിലോട്ട് വന്നു. അങ്ങനെ സിബി മലയിൽ, ലോഹിദാസ് കൂട്ടായ്മയിൽ കിരീടം എന്ന ഒരു സിനിമ നമുക്ക് നിർമ്മിക്കാൻ 89 സാധിച്ചു. അങ്ങനെ ഒരു നിർമ്മാതാവായിട്ട് അങ്ങനെയാണ് ഞാൻ മാറുന്നത്. അന്നും അഭിനയത്തിൻ്റെ ഒരു ചവിട്ടുപടി ഞാൻ കയറിയിട്ടില്ല, അഭിനയിക്കാൻ എനിക്ക് അറിയില്ല. അതായിരുന്നു ആ സിനിമയിൽ കയറുമ്പോഴുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. കിരീടം എന്നൊരു സിനിമ ഇന്നത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും, കാരണം ഇപ്പോൾ റീൽസ് ഒക്കെ ഇറങ്ങുന്ന ഒരു സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ലാലേട്ടൻ്റെ ഒരു മുഖഭാവങ്ങൾ, ലാലേട്ടൻ്റെ ബർത്ത്ഡേ എന്ത് വന്നാലും നമ്മൾ ആ കിരീടത്തിലാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലെ കൂട്ടുകെട്ടിലുള്ള ആൾക്കാരെയൊക്കെ എപ്പോഴും ഐഡന്റിക്കലി സിനിമാ ലോകം എപ്പോഴും ഓർത്തിരിക്കുന്ന മുഖങ്ങൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇപ്പോൾ കിരീടം പോലെയുള്ള സിനിമകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അതിന് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അന്നത്തെ ആ ഒരു ഐക്കോണിക് പീരീഡിൽ അല്ലേ, അതിൻ്റെ കൂടെ ഭാഗമായില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്സുകാരനായിട്ട് പോയേനെ. ഞാൻ പക്ക ബിസിനസ്സുകാരായിട്ട് ചിലപ്പോൾ അങ്ങനെ തന്നെ പോയേനെ. എന്തായാലും ബിസിനസ് എനിക്ക് അന്നുണ്ടായിരുന്നു. ആ ബിസിനസ്സിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിന്ന് തന്നെ. പിന്നീട് ഞാൻ പ്രൊഡക്ഷൻ മാത്രമല്ല, പിന്നീട് അത് കഴിഞ്ഞപ്പോൾ സിനിമ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഓൾ കേരള 5 ഓഫീസുണ്ടായിരുന്നു. ഈ ഓഫീസെല്ലാം ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ എൻ്റെ സ്വന്തം പടങ്ങളല്ലാതെ പുറത്തുനിന്നും പടങ്ങൾ ഞാൻ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം അങ്ങനെ ഗംഭീരമായിട്ട് പോകുന്നു. അപ്പോഴാണ് ഞാൻ കുറേ നല്ല സിനിമകൾ നിർമ്മിച്ചത്. ചെപ്പ് കിൽക്കണ ചങ്ങാതി, അത് കഴിഞ്ഞിട്ട് ബോക്സർ എന്നൊരു ബാബു ആൻ്റണി പടം, പിന്നെ രജപുത്രൻ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി, ശോഭന, വിക്രം ഒക്കെ അഭിനയിച്ച പടം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് തന്നെ എടുത്തത് രജപുത്രൻ കഴിഞ്ഞ ഉടനെ കളിവീട് ജയറാം മഞ്ജു. പിന്നീടാണ് പ്രണയവർണ്ണങ്ങൾ എടുത്തത്. ഈ സിനിമകളൊക്കെ ഇന്നും സൂപ്പർ ഹിറ്റ് ആണ് അല്ലേ? ഇന്നത്തെ ജനറേഷൻ ആണെങ്കിലും അത് റിപ്പീറ്റ് വാല്യൂ വീണ്ടും വീണ്ടും കാണുന്ന കാര്യത്തിലാണെങ്കിലും എൻ്റെ പടങ്ങളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പടങ്ങളിലെല്ലാം നല്ല പാട്ടുകളായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പൊ പ്രണയവർണ്ണങ്ങളാണെങ്കിലും, കളിവീടാണെങ്കിലും, മയിൽപ്പീലിക്കാവാണെങ്കിലും, കിരീടമാണെങ്കിലും ഇതിലെല്ലാം തന്നെ പാട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ പാട്ടുകളൊക്കെ ഹിറ്റായി. ഈ സിനിമകളിലൊക്കെ ഇപ്പം നമുക്കറിയാം ഒരു ട്രെൻഡ്, കുറേ സിനിമകളുടെയൊക്കെ സെക്കൻഡ് ഭാഗം വരുന്ന ഒരു കാഴ്ചയെ കണ്ടിട്ടുണ്ടല്ലോ. സാർ നിർമ്മിച്ച ആ സിനിമകളിൽ ഒരു സെക്കൻഡ് ഭാഗം വരണമെന്ന് ആഗ്രഹമുള്ള സിനിമ ഏതാ? അത് എന്നോട് ഇപ്പം ചോദിച്ചാൽ എൻ്റെ മനസ്സിലുള്ളത് പ്രണയവർണ്ണങ്ങളാണ്. കാരണം പ്രണയവർണ്ണങ്ങളിൽ വേണമെങ്കിൽ ഇന്ന് ആലോചിക്കാവുന്ന ഒരു കഥയാണ്. കാരണം അത് മഞ്ജു വാര്യരും ദിവ്യ ഉണ്ണിയുടെയും അവരുടെ ബാല്യകാലമാണ് നമ്മൾ അന്ന് കാണിച്ചത്. ഇന്ന് രണ്ടുപേരും വളർന്ന് അവർക്ക് ചിലപ്പോൾ മക്കളായി, അല്ലെങ്കിൽ വേറെ ലെവലിൽ ആലോചിക്കാം. ഇതിനിടയ്ക്ക് ബിജു മേനൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പ്രേമത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞാണല്ലോ പോകുന്നത്. ഇത് വേറെ തലത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഡിസ്കഷൻ ഈ അടുത്ത് നടന്നു. പക്ഷേ അതിനെപ്പറ്റി തീരുമാനമായിട്ടില്ല. കാരണം ഞാൻ പ്രൊഡക്ഷനൊക്കെ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വന്നി കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കഥ അങ്ങനെ നല്ല പോസിബിലിറ്റി. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ റൈറ്റ്സ് ഞാൻ തരാം, വേറെ ആരെങ്കിലും എടുത്തോട്ടെ എന്നൊരു സംസാരം വന്നിട്ടുണ്ട്. അതേപോലെ കിരീടത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ പോവുകയാണ്. കാരണം കിരീടം സിനിമയെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഒരു റിസൾട്ട് ഇങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ആ ഒരു നല്ല സിനിമയായിരിക്കും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നല്ല സിനിമയെല്ലാം ഓടണമെന്നില്ല എന്തായാലും. കാരണം അതിനകത്ത് അത്രയും കമേഴ്ഷ്യൽ എലിമെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറവായിരുന്നു. കാരണം അതിനകത്ത് അങ്ങനെ വലിയ തമാശയില്ല. അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഗുണ്ടയുടെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഒരു ഭീകരതയും അത് കഴിഞ്ഞ വയലൻസും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് കുടുംബം എത്രത്തോളം ഇതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു എന്താ ഫോർസീ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പടം നല്ലൊരു പടമായിരിക്കും. അത് എന്തായാലും ഞങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ള തീരുമാനം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനുശേഷം വിചാരിച്ചതിനേക്കാളും പടം ഓടി 125 ദിവസം ആ സിനിമ ഓടി എന്നുള്ളതാണ്. അത് വീണ്ടും റീ റിലീസ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ആവേശം ഇനിയും കൂടുമല്ലോ. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നമുക്ക് അതിന്റെ റിപ്പീറ്റ് എനിക്ക് ധൈര്യമായിട്ട് പറയാം, മോഹൻലാലിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് മലയാള സിനിമ ലിസ്റ്റിൽ നോക്കിയാലും അതുകൊണ്ട്. അപ്പോൾ സാർ ഈ സിനിമകളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റാലിൻ ശിവദാസ്, അത് ഞാൻ അവസാനം അതിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, മമ്മൂക്കയായിട്ട് ഞാൻ വളരെ വളരെ നല്ല ബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴും മമ്മൂക്കയ്ക്ക് വളരെ നേരത്തെ തന്നെ അഡ്വാൻസ് കൊടുത്തിട്ടിരുന്ന. അങ്ങനെ മമ്മൂക്കയുടെ ഒരു ഡേറ്റ് കിട്ടി. ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്യുന്ന, ടി ദാമോദരൻ സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു സിനിമ. മമ്മൂക്കയ്ക്ക് ആ കഥ വളരെ ഇഷ്ടമായി, കഥയും എനിക്കും ഇഷ്ടമായി. പക്ഷേ അത് എഴുതി വന്നപ്പോൾ അതിനകത്ത് കുറേ പാകപ്പഴം എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒന്ന് ബാക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മമ്മൂക്ക പറഞ്ഞ് ഞാൻ ഒരു മണി സ്ക്രിപ്റ്റ് ഒന്ന് അഴിച്ചു പൊളിക്കാനായിട്ട് സമയം തരാമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഞങ്ങളതിന് ഇരുന്ന് അഴിച്ച് പൊളിച്ച് അത് വീണ്ടും ചെയ്തു. സിനിമ ഷൂട്ട് ചെയ്തു, റിലീസ് ചെയ്തു. ഞാൻ തന്നെയായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ, ഞാൻ തന്നെയായിരുന്നു ഡിസ്ട്രിബ്യൂട്ടർ. എല്ലാ അതിൻ്റെ ബാധ്യതയും എനിക്ക് തന്നെ വന്നു. കാരണം പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ ഞാനാണ്. പടം ഒട്ടും ഓടിയില്ല.
അപ്പോൾ ഓടാതിരിക്കുമ്പോഴേക്ക് എനിക്ക് വന്ന ഒരു ഭീകരത ഒരു ഭയങ്കരമായിരുന്നു. കാരണം വെച്ചാൽ ആ കാലത്ത് ഒരു സിനിമ ഇത്രയും വലിയൊരു സിനിമ ഓടിയില്ലെങ്കിൽ നഷ്ടം ഒരു വലിയ എമൗണ്ട് തന്നെ വരും. എനിക്കങ്ങനെ വലിയൊരു നഷ്ടം വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇനി തൽക്കാലം പ്രൊഡക്ഷൻ നിർത്തിവെക്കാം, എന്തായാലും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ പ്രൊഡ്യൂസറുടെ നല്ല സമയമാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കെയർ ഓഫിലെങ്കിലും എനിക്ക് സിനിമ ഓടി കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എടുത്തൊരു സിനിമയായിരുന്നു ഡ്രീംസ് എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ. അതും ഭയങ്കര സ്റ്റാർ വാല്യൂ, വിദ്യാസാഗറിൻ്റെ മ്യൂസിക് എല്ലാം കൊണ്ടും ആ പടം എന്തായാലും കയറി കൊളുത്തും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട കാശൊക്കെ തിരിച്ച് കിട്ടും. എവിടെ സമയം മോശമായി കഴിഞ്ഞാൽ പിടിച്ച കിട്ടൂല എന്ന് പറഞ്ഞ പോലെ ആ സിനിമയിലും പോയി 50 ലക്ഷം രൂപ. അങ്ങനെ അടുപ്പിച്ച് ഞാൻ തൊടുന്നതെല്ലാം നഷ്ടക്കണക്കായിരുന്നു. അപ്പോൾ 2002 ആയപ്പോഴേക്കും 2002 ഞാൻ ചിരിക്കൊടുക്ക എന്നൊരു കൊച്ചു പടം, ബാക്കിയെല്ലാം വലിയ പടങ്ങൾ എടുത്ത ആളാണ് ഞാൻ. അവസാനം വിചാരിച്ചു ഒരു ട്രയൽ എന്ന രീതിയിൽ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ചിരിക്കൊടുക്ക എടുക്കാൻ തീരുമാനിച്ചു. എടുത്തു. അതിനകത്തും പോയി 10-35 ലക്ഷം രൂപ. അപ്പോൾ വിചാരിച്ചു ഇനി കളയാൻ കാശില്ല, അതുകൊണ്ട് ഞാൻ സിനിമ അവിടെ നിർമ്മാണം നിർത്തിവെച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ KK രാജീവ് എന്ന് പറയുന്ന സീരിയൽ സംവിധായകൻ എന്നെ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ ഒരു ദിവസം കോൾ വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തപ്പോൾ, ദിനേശ് ചേട്ടാ നാളെ ഫ്രീ ആണോ? ഞാൻ പറഞ്ഞത് നാളെ ഫ്രീ ഒക്കെയാണ്, എന്താ കാര്യം? ദിനേശ് ചേട്ടാ ഒരു സീരിയൽ നടക്കുകയാണ്, എൻ്റെ സ്വപ്നം എന്നാണ് സീരിയലിൻ്റെ പേര്. അതിനകത്ത് ചേട്ടനൊരു വക്കീലിൻ്റെ വേഷം ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു നമ്പർ മാറിപ്പോയതാണോ? ഞാൻ ദിനേശ് പണിക്കരാണ്, ഞാൻ നടനൊന്നുമല്ല. ചേട്ടൻ തന്നെ അഭിനയിച്ച് നന്നായിരിക്കും, വരണം എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഞാനിന്ന് ഗുരുവായിട്ട് മാനിക്കുന്ന വ്യക്തിയാണ്. കാരണം ദൈവം നമുക്ക് ഒരു മെസ്സഞ്ചറായിട്ട് ആരെങ്കിലും വിടുമെന്ന് അറിയില്ലേ, അതാണ് KK രാജീവ്. എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ത്രൂ എനിക്ക് അങ്ങനെ ഒരു അഭിനയിക്കാനുള്ള അവസരം കിട്ടി. ഞാൻ അഭിനയം തുടങ്ങി. ആ അഭിനയം ചെറിയ രീതിയിൽ ശരിക്കും സാറിന് പറഞ്ഞ ആ ടൈമിങ് അത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒന്ന് തെളിഞ്ഞതല്ലേ? കറക്റ്റാണത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അഭിനയം സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് തുടങ്ങിയതാണ് ഞാൻ ഇന്ന് അറിയപ്പെടുന്നത് ഒരു നിർമ്മാതാവായിട്ടോ ഇവൻറ്റ് മാനേജറായിട്ടോ, അതൊക്കെ ഒരു സൈഡ് ബിസിനസ്സായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ എല്ലാവരും എന്നെ കാണുന്നതും എന്നെ അറിയുന്നതും അഭിനേതാവായിട്ടാണ്, നടനായിട്ടാണ്. ഈ നടൻ എന്നുള്ളൊരു രീതിയിലേക്ക് സാർ എത്തുമ്പോഴേ, കാരണം നമുക്കറിയാം ഒരു നടൻ എന്ന രീതിയിൽ ആളുകൾ ഇത് സ്വീകരിക്കണമെങ്കിലും തൻ്റെതായ കൈകളിൽ കിട്ടുന്ന ക്യാരക്ടറിനെ എത്രത്തോളം ഭംഗിയിൽ എത്തിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് സീരിയലിലാവുമ്പോൾ ഈ കുടുംബ പ്രേക്ഷകർ എപ്പോഴും ഓർത്തിരിക്കുന്ന കുറേ, പ്രത്യേകിച്ച് അച്ഛൻ ക്യാരക്ടറൊക്കെ ആകുമ്പോൾ നല്ലൊരു അച്ഛൻ, നല്ലൊരു വേഷം, അതൊക്കെയാണല്ലോ ചിലപ്പോൾ ലുക്ക് കൊണ്ട് അങ്ങനെയൊക്കെയാണ് ആളുകൾ അവരെ മനസ്സിലേറ്റുന്നത്. സീരിയലിനെ സംബന്ധിച്ചിടത്തോളം സാറിന് എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? കാരണം കുറേ സീരിയലിൻ്റെ കഥ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഒരു സംഭവം പറഞ്ഞു പോവാം. അതായത് തുടക്കകാലത്ത് എനിക്ക് വലിയ വേഷങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. എന്നെ വിളിക്കുന്ന മുഴുവൻ്റെ ഈ ലുക്കിന് ഇൻസ്റ്റാമിക്കാർ അന്നത്തെ കാലത്ത് ഇൻസേർട്ട് ചെയ്താണ് നടക്കുന്നത്. അപ്പോൾ കണ്ട ഒരു തനി ഡോക്ടറിൻ്റെ ലുക്കാണ്, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് വരുന്ന ഒരു എക്സിക്യൂട്ടീവിൻ്റെ ലുക്കാണ്, അല്ലെങ്കിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ലുക്ക്, ആ ലുക്കാണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന വേഷങ്ങളൊക്കെ അതാണ്, കൂടുതലും ഡോക്ടേഴ്സ്. അപ്പോൾ അങ്ങനെ അടുപ്പിച്ച് ഞാൻ 10 സീരിയലും കണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസത്തെ വേഷം, 2 ദിവസത്തെ വേഷം, ഇത്രയൊക്കെ ഉള്ളൂ, മെയിൻ വേഷമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ആദ്യം വരുമ്പോഴേക്കും പറയും ഈ സ്റ്റെത്ത് എഴുതിയിട്ട് നേരെ ഒന്ന് നോക്കിക്കൊള്ളണം, നോക്കിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് പ്രശ്നത്തിലാണ്, ഒന്ന് ആലോചിച്ചോളണം, ഒന്ന് പ്രാർത്ഥിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഡയലോഗൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവും. ഇത്രയേ ഉള്ളൂ ഡോക്ടറിൻ്റെ റോള്. അപ്പോൾ ഇത് അഭിനയിച്ച് ഞാൻ മടുത്തു തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ ഈ ഡോക്ടറാണ് മെയിനായിട്ടും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി എന്തായാലും ഈ ഡോക്ടർ പണിക്കാൻ പോകും, ഇല്ലെങ്കിൽ എൻ്റെ പേര് ഡോക്ടർ ദിനേശ് പണിക്കരാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഡോക്ടറായിട്ട് വിളിച്ചാൽ അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്ന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അതിനുശേഷം എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സോറി ഡോക്ടറാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ മാറ്റം വന്നു. എന്നെ ചേട്ടൻ വേഷത്തിന്, അച്ഛൻ വേഷത്തിന്, അങ്ങനെയൊക്കെ പതുക്കെ വിളിച്ചു തുടങ്ങി. അവിടെ നിന്ന് പതുക്കെ എനിക്ക് ഒരു മിറക്കിൾ സംഭവിച്ചത് ലൈഫിൽ. എന്നെ ഹരിചന്ദനം എന്ന് പറഞ്ഞ സീരിയലിൽ ഒരു ഉഗ്രൻ ക്യാരക്ടർ വെങ്കിടി സ്വാമി എന്നാണ് കഥാപാത്രം. അപ്പോൾ അത് അഭിനയിക്കുന്നത് ആരുടെ കൂടെയാണെന്നറിയാമോ? മല്ലിക സുകുമാരൻ്റെ ഭർത്താവായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊന്നും ആലോചിച്ചാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനെ ഒരു വിളി വന്നു, ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അതിലൊരു കഥാപാത്രം വെങ്കിടി സ്വാമിയായിട്ട് ഞാൻ ഒരു ജുബ്ബയൊക്കെ ഇട്ട് ഒരു ഈ യു ഷേപ്പിലുള്ള കുറിയൊക്കെ ഇട്ട് ഒരു വ്യത്യസ്തമായ ലുക്കിൽ ഞാൻ വന്നു. അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അതിനുശേഷം ഞാൻ പിന്നെ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ചെയ്ത് മുഴുവൻ വലിയ പട്ടുസാരി എന്ന് പറയുന്ന സീരിയലിൽ മെയിൻ വേഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അഭിനയിച്ചത് ചന്ദനമഴയിൽ 4.5 വർഷത്തോളം ഒരു കഥാപാത്രം ദേവേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തു. പാടാത്ത പൈങ്കിളി എന്നൊരു സീരിയൽ ചെയ്തു. അതിനകത്തൊരു കഥാപാത്രം അപ്പൂപ്പൻ ക്യാരക്ടറായിരുന്നു.
അപ്പം ഞാൻ എൻ്റെ മക്കൾ കൊച്ചുമക്കൾ ഒക്കെ ആയിട്ടൊരു വീട്ടിൽ താമസിക്കുന്നതും ആ ഒരു അപ്പൂപ്പനായിട്ട് ഞാൻ അനുഭവിക്കുന്ന പീഡനം, കാരണം ഈ മക്കൾ കാരണം അവരൊക്കെ എന്നെ ഉപദ്രവിക്കുന്നതും പ്രശ്നങ്ങളുണ്ടാകുന്നതും ഒക്കെ വന്ന് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ അതിനകത്ത് കുറേ സീനിലൊക്കെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കരച്ചിലൊക്കെ കാണുമ്പോഴേക്കും ആൾക്കാർക്ക് ഭയങ്കര നമ്മളോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നും. മാത്രമല്ല അതിനകത്ത് വളരെ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ വൈഫായിട്ടൊക്കെ പുറത്ത് കറങ്ങാൻ പോകുമ്പോൾ വൈഫിനോട് എല്ലാവരും ചോദിക്കും, ഇദ്ദേഹം ആ സീരിയലിൽ കാണുന്ന പോലെ തന്നെയാണോ, വീട്ടിലും അതേപോലത്തെ ഭാവമാണോ എന്നൊക്കെ. അപ്പം അത്രയ്ക്ക് അവർ ആ കഥാപാത്രം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇത് ഇപ്പോഴും ആ ഇതിൻ്റെ ചന്ദനമഴ റിപ്പീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമഴയുടെ എല്ലാ ഷോട്ട്സുകളും ഇപ്പൊ വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ആൾക്കാർ വീണ്ടും ഓർമ്മയിലേക്ക് അവരെ കൊണ്ടുവരികയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആ സീരിയൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് സിനിമ ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഞാൻ ചെയ്യാൻ പറ്റിയ ജനകൻ എന്ന് പറഞ്ഞ സിനിമയിൽ മെയിൻ വില്ലൻ ഞാനായിരുന്നു. അതുകൂടാതെ ആരും മറക്കില്ല, ആരും മറക്കില്ല. വേർത്ത ആൾക്കാരുണ്ട് അത് കണ്ടിട്ട്. പക്ഷെ അതൊരു നടനെ സംബന്ധിച്ചിടത്തോളം വില്ലൻ ക്യാരക്ടർ അത്ര ഈസി അല്ലല്ലോ. കാരണം വെച്ചാൽ ആ ഒരു വില്ലനെ എല്ലാവരും ഓർത്തിരിക്കുക, അയാളോടൊരു ദേഷ്യം തോന്നുക എന്ന് പറയുന്നതാണ് ആ നടന്റെ വിജയം അല്ലേ? കറക്റ്റ്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അത് പെട്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഒരു വില്ലൻ വേഷം. കാരണം ആ ഒരു കൂടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി, മോഹൻലാൽ, ഈ ഒരു ടീമിന്റെ കൂടെ സുരേഷ് ഗോപിന്റെ മകൾ. എന്റെ കൂടെ ഈ സീനിലൊക്കെ അഭിനയിക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാമോ? ബിജു മേനോൻ, ഹരിശ്രീ അശോകൻ, എല്ലാം അങ്ങ് ഫുൾ പവറിൽ നിൽക്കുന്ന ആൾക്കാരെ അവരുടെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നത്. അവിടെ ഞാൻ ഷൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഭാഗ്യമായിരുന്നു എനിക്ക്. ആ സ്ക്രിപ്റ്റ് നേരത്തെ കിട്ടിയിരുന്നു? അപ്പൊ ഒന്നുമില്ല. ലൊക്കേഷന് വന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സുരേഷ് ഗോപി, ബിജു മേനൊക്കെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നില്ല, വായിച്ചില്ലേ ഞാൻ പറഞ്ഞില്ല. അപ്പോഴാണ് എനിക്ക് സ്ക്രിപ്റ്റ് കൈ കിട്ടുന്നത്. ഞെട്ടിപ്പോയി. ഞാൻ വില്ലനാണ്, എന്നെ ക്രൂരമായിട്ട് അവർ നശിപ്പിക്കുന്ന ഞാൻ കൊച്ചുകുട്ടിയെ നശിപ്പിച്ചിട്ടുണ്ട്, എന്നെ തിരിച്ചവർ കൊല്ലുന്ന സാധനം, അതൊക്കെ വളരെ ഇതായിട്ടാണെന്നത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ ഞാനൊക്കെ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇറങ്ങി ഓടിയാലോ, കാരണം വില്ലൻ വേഷമൊന്നും ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. പക്ഷേ അത് ഞാൻ ധൈര്യമായിട്ട് ചെയ്തു. അതിലൊരു വലിയൊരു വഴിത്തിരിവായിട്ട് എനിക്ക് കിട്ടി. പിന്നീട് അതിനുശേഷം ഞാൻ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് ഒരു ഉഗ്രം വേഷം ചെയ്തു സിദ്ദിഖിൻ്റെ സംവിധാനത്തിൽ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ സിനിമയിൽ. പിന്നെ അത് കൂടാതെ തന്നെ എനിക്ക് വലിയ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഈ അടുത്ത കാലത്ത് ഞാൻ കുറേ നല്ല വേഷങ്ങൾ ചെയ്തു. ഒന്ന്, എനിക്ക് എവിടെയെങ്കിലും ശ്രീനാരായണ ഗുരുവിന്റെ ലുക്ക് ഉണ്ടോ എന്ന് നോക്കി ആ ഒരു ഭാഗ്യം കിട്ടി. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വേഷം ചെയ്യാൻ പറ്റി, സുഭാഷ് ചന്ദ്രബോസിന്റെ വേഷം ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു പടത്തിൽ മമ്മൂട്ടിക്ക് മോഹൻലാലിനൊക്കെ ഒരു ഭീഷണിയായിട്ട് മാറുമോ? എൻ്റെ പൊന്നെ, അവരൊക്കെ ഈ പറഞ്ഞ നമ്മൾ അവരെയൊക്കെ കാണുന്നത് നടന്മാരായിട്ടല്ല, അവരൊക്കെ ദൈവതുല്യരായിട്ടാണ്. അത്രയ്ക്കും ഒരു മഹിമയുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനൊക്കെ ചെറിയ രീതിയിൽ അഭിനയം പഠിച്ച് എന്തെങ്കിലുമൊക്കെ കാഴ്ചവെക്കുന്നതല്ലാതെ ഒരിക്കലും ഒരു നടൻ എന്ന ലേബൽ എന്നെ പറയുമ്പോൾ സാറിന് ഇഷ്ടമാണ്, സാറിന് അഭിനയം നല്ലതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പലതുമൊക്കെ. ആ ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായും സാറിന് ഈ കലയോടുള്ള അത്രത്തോളം ഇഷ്ടം തന്നെയാണ് ഇപ്പോൾ സാർ പറയുമ്പോഴും എനിക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. കാരണം മറ്റുള്ളവരെ ബഹുമാനിച്ച് സാറ് കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റ്, അത് തന്നെയല്ലേ സാറിനും കല തിരിച്ചും തരുന്നത് അല്ലേ? ആ ഒരു ഗോളായിട്ട് തീർച്ചയായിട്ടും ഞാൻ എന്തും ഇപ്പം ഇത്രയും വർഷമായി ഞാൻ എനിക്ക് തോന്നിട്ട് നടനായിട്ട്. എനിക്ക് വേണമെങ്കിൽ ഞാൻ വലിയ പ്രൊഡ്യൂസറായിരുന്നു, ഞാൻ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു, ഞാൻ ഇന്ന ആളായിരുന്നു എന്ന ജാട കാണിച്ചുകൊണ്ട് എല്ലായിടത്തും പല ഡിമാൻഡ്സ് വയ്ക്കാം. ഡിമാൻഡ്സൊക്കെ വെച്ചാൽ ഞാൻ വീട്ടിൽ ഇരിക്കും. അതേസമയം ഞാനൊരു വെറും സാധാരണ നടനായി പോകുന്നു. ഞാൻ എൻ്റെ അവിടെ എനിക്ക് തരുന്ന റെസ്പെക്റ്റ് തീർച്ചയായിട്ടും എനിക്ക് റെസ്പെക്റ്റ് തരുന്നുണ്ട് പല രീതിയിൽ. ഞാൻ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ലേബലുണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു. മാത്രമേ ഇത്രയും വർഷം ബിസിനസ്സുകാരനാണ്. ഇപ്പോൾ ഇത്രയും ഇൻഡസ്ട്രിയിൽ ഇത്രയും സീനിയറായിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് എന്നൊന്ന്. പിന്നെ ഇത് കൂടാതെ ഞാനിപ്പോൾ അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി, ഞങ്ങളുടെ അമ്മ അസോസിയേഷൻ പോലെ ആത്മ എന്നൊരു അസോസിയേഷനുണ്ട്. അതായത് അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് 16 വർഷമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് KV ഗണേഷ് കുമാറാണ്. ഞാൻ 16 വർഷമായിട്ട് ഈ സീരിയൽ നടന്മാരുടെ ഒരു 650 പേരുണ്ട്. അവരുടെ ഒരു എന്താ പറയേണ്ടത്, തലപ്പത്തിരിക്കുന്ന ഒരാൾ, അവർക്ക് എന്ത് പ്രശ്നം വന്നാലും ശരി ആദ്യം വിളിക്കുന്നത് തന്നെയാണ്. അപ്പം അങ്ങനെ ആ ഒരു ലെവലിലും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം എനിക്ക് ആ പേരിലുള്ള ഒരു റെസ്പെക്റ്റും അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്നെ അറിയാം, ആ ഒരു ഭാഗ്യം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്.
അതാണ് ഏറ്റവും അതെ സാർ, അത് ഞാനൊരു ഈ കുറച്ച് നാൾ മുമ്പുള്ള സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതായത് ഈ സിനിമ നിയമം കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നപ്പം സാറ് സംഘടനകൾക്ക് വേണ്ടിയിട്ട് പൊതുവെ ഇത് എല്ലാ മേഖലകളിലേക്കും വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ആവശ്യം ഒരു അഭിനേതാവ് എന്ന നിലയിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണല്ലോ എല്ലാവരുടെയും. കാരണം എല്ലാവർക്കും തുല്യമായിട്ടുള്ളൊരു നീതി ആവശ്യപ്പെട്ട് തന്നെയാണ് സാറ് വന്നത്. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ ആവശ്യങ്ങൾക്ക്? വന്നിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം കിട്ടി. കാരണം ആ ഒരു മീറ്റിങ്ങിൽ എനിക്ക് ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് എനിക്കായിരുന്നു. ഷാജി സാറായിരുന്നു, ഷാജിൻ കരുണില്ലേ, അദ്ദേഹമാണ് ആദ്യം ദിനേശ് പണിക്കർ പറയൂ എന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ന്യൂ ഫിലിം പോളിസി, അതിൻ്റെ ഒരു ഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങളാരും സിനിമാക്കാരല്ല, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആത്മാ അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ്, അപ്പോൾ സീരിയലിൻ്റെ ആൾക്കാരായിട്ടാണ്. പക്ഷേ ഈ സീരിയലിന് ഇവിടെ എവിടെയാണ് പ്രസക്തിയുള്ളത്? അപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറയാനാണ് ഞങ്ങൾക്ക് ഇവിടെ വോയിസ് ഉള്ളത്? ഞങ്ങൾ പറഞ്ഞാൽ അത് എന്തെങ്കിലും ഇവിടെ കേൾക്കുമോ എന്ന് ഞാൻ ഒരു പോയിൻ്റ് ആദ്യമായി ഞാൻ റേസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പോയിൻ്റ് ഇവിടെ നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടാമത് ഞങ്ങൾക്ക് വേണ്ടി ഈ ഫിലിം പോളിസി എന്ന് പറയുന്ന പോലെ ഒരു സീരിയൽ പോളിസി നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി അടുത്തൊരു മീറ്റിംഗ് നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി വിളിക്കണം. പക്ഷെ അതൊക്കെ നടന്നു പിന്നീട്. അപ്പോൾ ആ ഒരു തുടക്കം കുറിച്ചിട്ടത് കൊണ്ടാകാം ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചത്. തീർച്ചയായും. അപ്പോൾ സാറിൻ്റെ അടുത്ത് വന്ന് ഈ ആർട്ടിസ്റ്റുകൾ, ഇത്രയും ആർട്ടിസ്റ്റുകൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ്, അപ്പം സാറിനോടുള്ള ഒരു വിശ്വാസം, ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, സാർ അത് നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുക. ഒരിക്കലെങ്കിലും സാറിന് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ ഒരു നടൻ എന്നതിലുപരി ഇനി തൻ്റേതായിട്ടുള്ള കൈകളിൽ കുറേയും കൂടി ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഇനിയും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു പോകാൻ നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താ പറയുക, 16 വർഷമായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇലക്ഷൻ വന്ന സമയത്ത് ഗണേഷ് കുമാറാണ് ഞങ്ങളുടെ പ്രസിഡന്റ്. അപ്പോൾ ഗണേഷിനോട് ഞാൻ പറഞ്ഞു, ഈ 15 വർഷം കഴിഞ്ഞ് നിൽക്കുകയാണ് ഗണേഷേ, ഇനി അടുത്ത കമ്മിറ്റിയിൽ ഞാനില്ല. അപ്പോൾ ഇന്നയാണ് കമ്മിറ്റി, ഇന്ന ആളാണ് ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് ഓഫ് കോഴ്സ് അദ്ദേഹം തന്നെ എന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കടലാസ് മേടിച്ചു, വലിച്ചു കയറി വന്നിട്ട് പറഞ്ഞു, നമുക്കേ അതൊക്കെ പിന്നെ തീരുമാനിക്കാം. പുള്ളിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് തിരിച്ച് എന്തു പറയും? കാരണം നമ്മളോട് അത്രയും സ്നേഹവും നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ശരി അപ്പം ചെയ്തു തരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു, കാരണം ഈ അസോസിയേഷന് വേണ്ടി കൂടെ നിൽക്കുന്നൊരു വ്യക്തിയാണ് പുള്ളി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അടുത്ത ഒരു 3 വർഷം കാലാവധി കൂടി എൻ്റെ തലയിലാണ്. ഇപ്പോൾ ഞാനിത് ഒഴിയുമ്പോൾ 18 വർഷമോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറ്റുമെങ്കിൽ ഈ അടുത്ത വർഷം തന്നെ എങ്ങനെ ഒഴിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടോ നോക്കിക്കൊണ്ട്. കാരണം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 3 വർഷമായിട്ട് ഞാൻ സീരിയൽ പോലും ചെയ്യുന്നില്ല. ഏകദേശം സീരിയൽ നടക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയാം. പക്ഷേ എനിക്ക് അറിയുന്ന എപ്പോഴാണെന്നറിയാമോ, ഓരോരുത്തർ പരാതി വിളിച്ചോ, ചേട്ടാ ഞങ്ങൾക്ക് ഇന്ന സീരിയലിൽ പൈസ കിട്ടിയിട്ടില്ല, ഇന്ന സീരിയലിൽ അഭിനയിച്ച് ഈ പ്രശ്നം വന്നു എന്നൊക്കെ പറയും. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് സീരിയലിൻ്റെ പേര് പോലും ഞാനിപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ 3 വർഷമായിട്ട് സീരിയൽ ഇൻഡസ്ട്രിയിൽ ഞാൻ ആക്റ്റീവ് അല്ല. ഓക്കെ സർ, നമ്മൾ പറഞ്ഞു വന്ന പോലെ തന്നെ ഇനി സിനിമയിലേക്കൊക്കെ ഒന്ന് തിരിച്ച് വരികയാണ്. സീരിയലിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്. സിനിമയിലാകുമ്പോൾ വീണ്ടും സജീവമായിട്ട് ഇപ്പോൾ കുറേ സിനിമകളിൽ കാണാനുണ്ട്. ഇനിയിപ്പോൾ കിരാതയാണ് ഇനി വരാനിരിക്കുന്നത് അല്ലേ, പ്രതീക്ഷിക്കുന്നത്? ഇനി അടുപ്പിച്ച് എൻ്റെ കുറേ സിനിമ, ഇപ്പോൾ ഈ അടുത്ത് 2-3 സിനിമകൾ, ഒന്ന് ഹാൽ എന്ന് പറഞ്ഞ ഷെയ്ൻ നിഗത്തിൻ്റെ പടം റിലീസ് ചെയ്തു. അതുകൂടാതെ ഇപ്പോൾ റിലീസായത് ധീരം എന്ന് പറഞ്ഞൊരു പടം റിലീസ് ചെയ്തു. ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസുണ്ടായിരുന്നു. ഇനി അടുത്ത റിലീസാകാൻ പോകുന്നത് കുറേ നല്ല സിനിമകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ ക്രൈം 302 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാനും സിദ്ദിഖുമാണ് അതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. സിദ്ദിഖാണ് ഓഫ് കോഴ്സ് മെയിൻ ക്യാരക്ടർ. ഞാൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇതേ സിദ്ദിഖിനോട് തന്നെ മധുരമീ ജീവിതം എന്നൊരു സിനിമ അടുത്ത മാസം റിലീസുണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട സിദ്ദിഖിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വളരെ വ്യത്യസ്തമായൊരു സിനിമയാണ് ഈ കിരാത എന്ന് പറയുന്ന സിനിമ. ഒരു ഹൊററാണെന്ന് വെച്ചാൽ അതുമാണ്, അത് സസ്പെൻസ് ആണെന്ന് വെച്ചാൽ സസ്പെൻസാണ്. അങ്ങനെ ഒരു നല്ലൊരു സിനിമയാണ് കിരാത എന്ന് പറയുന്നത്. അങ്ങനെ കിരാത റിലീസ് ഉടനെ ഉണ്ട്. ഇതെല്ലാം കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇപ്പോൾ എന്നെ തേടി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പൊള്ളാച്ചിയിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ചായക്കടക്കാരൻ മാധവൻ നായരായിട്ടാണ്. അപ്പോൾ ഒരു തമിഴും മലയാളവും കൂടെ സംസാരിക്കുന്ന ഒരു മാധവൻ നായർ, അത് പൊള്ളാച്ചിയിലാണ് എൻ്റെ ഷൂട്ടിങ്. അപ്പോൾ അതിപ്പോൾ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് കൂടാതെ അടുത്ത മാസം ഒരു പക്കാ തമിഴ് പടത്തിൽ ഞാനൊരു ഡോക്ടറിൻ്റെ വേഷം ചെയ്യുന്നു. അത് ഞാൻ തുടങ്ങിയത് ഡോക്ടറായിട്ടാണ്. പക്ഷേ ഇത് വ്യത്യാസമുണ്ട്. ഇത് ഒരു തമിഴ് പടത്തിൽ മെയിൻ കഥാപാത്രമാണ്.
ശരി ശരി. നല്ല നല്ല ഈ കഥാപാത്രമാണ്. തമിഴിലേക്കൊക്കെ പോകുമ്പോഴേ അവിടെ ഒരാൾ ഭീഷണിയായിട്ട് പറയോ, അതായത് അത് മുഖച്ഛായ. അത് രസമുണ്ട്. എന്നറിയാമോ, ആ തമിഴിൽ ഓൾറെഡി എന്നെ പോലെ ഇരിക്കുന്ന ഒരാളുണ്ട്, അതെ. തലൈവാസൽ അതെ വിജയ്. അതെ. പക്ഷേ തലൈവാസൽ വിജയും ഞാനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച്, എൻ്റെ ഓർമ്മ ശരിയാണ്, ബാംഗിൾസ് എന്ന് പറഞ്ഞ പടത്തിൽ ഒരുമിച്ച് ഞങ്ങൾ രണ്ടും വില്ലന്മാരായിരുന്നു. ഞങ്ങൾ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത് ഒരു ആളുകൾ മാറിപ്പോന്ന് എപ്പോഴും പറയാറുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്ത് ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് ജഡ്ജാണ്, അദ്ദേഹം അതിനകത്ത് നായികയുടെ അച്ഛനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോമഡി കൂടെ, ജഗതിയുടെ ഒരു ഫേസ് കൊടുത്തിട്ട് ട്രോളിക്കൊണ്ട് ഇയാൾ തന്നെ എന്നൊക്കെ പറഞ്ഞ ജഗതിയുടെ കണ്ണുരുട്ടിക്കൊണ്ട് സാധനമുണ്ട്, അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ പോലും ചിരിച്ചു പോയി. സത്യമാണത്. കാരണം എന്തറിയാമോ, പല ആൾക്കാർക്ക് ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തമിഴിൽ പോയി കഴിഞ്ഞാൽ പക്ഷെ ഞാൻ വ്യത്യസ്തമായ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്ത് അവിടെ പിടിക്കാം എന്നൊക്കെ വിചാരിക്കുന്നു. ഉണ്ണിയൊക്കെ വെച്ച് അതെ അതെ, ഇനി മാറ്റം വരുമോ എന്നുള്ളത്. അതേപോലെ സൗഹൃദങ്ങൾ എപ്പോഴും കൊണ്ടുനടക്കുന്ന ഒരാൾ തന്നെയാണ് സാറിന്. സാങ്കേതിക സിനിമ മാത്രമല്ല, എല്ലാ മേഖലയിലാണെങ്കിലും അവരുടെ ബന്ധം എപ്പോഴും നല്ല രീതിയിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിക്രമാണല്ലേ? കാരണം വിക്രമിന്റെ പേര് അവിടെ ഇവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വിക്രം സാറുമായിട്ട് എങ്ങനെയാണ് സാറിന്? വിക്രമായിട്ട് ഇപ്പം ഞങ്ങൾ വിളിയോ സംസാരമോ ഒന്നും തന്നെ ഇപ്പം ഇല്ല. പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ അത് വിക്രം പറയാം. കാരണം എന്നെ 1 കിലോമീറ്റർ ദൂരെ കണ്ടാലും ഓടി വന്ന് ഇപ്പോഴും കെട്ടിപ്പിടിച്ച് ആ പഴയ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ. ഇന്ന് വലിയ സൂപ്പർ സ്റ്റാറാണ്, കോടികൾ വാങ്ങിക്കുന്ന ആളാണ്. പക്ഷേ എന്നെ കണ്ടാൽ, കാരണം ഞാൻ രജപുത്രൻ എന്ന സിനിമ നിർമ്മിച്ചപ്പോൾ അതിനകത്ത് ടോട്ടൽ 65 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് കഴിഞ്ഞാൽ 46 ദിവസം ഇവനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ 46 ദിവസവും എൻ്റെ കൂടെ ഇവർക്ക് അത്ര അടുപ്പത്തോടെ നിന്നൊരു വ്യക്തിയാണ് വിക്രം എന്ന് പറയുന്നത്. സിനിമ പോലെ അല്ലെങ്കിൽ നിർമ്മാതാവ് എന്ന നിലയിൽ താൻ ചെയ്യുന്ന മേഖലയിലൊക്കെ ഒരു 100% ഡെഡിക്കേഷൻ കൊടുക്കുന്ന വ്യക്തി തന്നെയാണ് സാർ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ന്യൂജൻ ട്രെൻഡിലേക്ക് യൂട്യൂബ്, ഇപ്പോൾ താരങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചോദിക്കേണ്ട, നിങ്ങൾ തന്നെ നേരിട്ട് പറയുകയാണ്. കാരണം യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനലുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട ഡെയിലി വ്ളോഗൊക്കെ ഉണ്ടോ? ഇല്ല, അത് എന്താണെന്ന് പറഞ്ഞുതരാം. കാരണം ഒരു യൂട്യൂബിൽ നമുക്കിത് ചെയ്യണമെങ്കിൽ നമ്മളതിന് കുറേ ടൈം ഡെഡിക്കേറ്റ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ വലിയ തിരക്കിലാണ്. അപ്പോൾ അത്ര ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു 50 എപ്പിസോഡോളം ഞാൻ എൻ്റെ ലൈഫ് ഹിസ്റ്ററി മുഴുവൻ അതിനകത്ത് ഓപ്പൺ ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് എഴുതാനുള്ള വലിയ കഴിവൊന്നുമില്ല, അധികം വായനയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് ഈ എഴുത്തിനെക്കാട്ടിലും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് റെക്കോർഡാക്കി വെക്കാൻ പറ്റുന്ന സാധനം എന്താ, നമുക്ക് ഈ പറഞ്ഞല്ലോ നമ്മുടെ ഓൺ യൂട്യൂബ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് പറയാം. അങ്ങനെ ഞാൻ ഈ മമ്മൂട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന സൗഹൃദം, പിന്നെ മോഹൻലാലിൻ്റെ സൗഹൃദം, അല്ലെങ്കിൽ പിന്നെ വിക്രത്തിൻ്റെ സൗഹൃദം, ഇതെല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈവൻ തമാശയായിട്ട് ഞാൻ പറഞ്ഞു, കിരീടത്തിൽ ഒരു വേഷം എന്നെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. അപ്പോൾ അതിൽ പാർവതിയുടെ കൂടെ കല്യാണം കഴിച്ച് പോകുന്ന ഒരു സീനായിരുന്നു. അപ്പോൾ അതിന് ജസ്റ്റ് നടന്നു പോകുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ ആ പാട്ട് സീനിൽ. അതുപോലും ഞാൻ അഭിനയിക്കാൻ മടിച്ച ഒരാളാണ്. അത് പിന്നെ തമാശയായിട്ട് പറഞ്ഞു, ഞാൻ പാർവതിയെ കല്യാണം കഴിക്കാൻ പോകണമെന്ന് ഞാൻ ഭാര്യയോട് വന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാര്യ അത് ഞെട്ടിപ്പോയി. കാരണം സിനിമ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പേ പാർവതിയെ കല്യാണം കഴിച്ചു എന്നൊക്കെ തമാശ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഈ പറഞ്ഞാൽ ഞാൻ എൻ്റെ ആ ഒരു ലൈഫ് ഹിസ്റ്ററിയിലുള്ള കഥകളെല്ലാം വളരെ അതിനകത്ത് കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് സാമ്പത്തികമായിട്ടും അതിൻ്റെ തകർച്ച വന്നതും ആ തകർച്ചയിൽ നിന്ന് ഞാൻ എങ്ങനെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും. ഈ തകർച്ച എല്ലാവർക്കും നേരിടാം, അല്ല തകർച്ച എല്ലാവർക്കും വരാം, പക്ഷേ അത് നേരിടുന്നതിലാണ് മിടുക്ക്. അത് എൻ്റെ മിടുക്കായിട്ട് ഞാൻ പറയുന്നില്ല, ദൈവം കൂടെ നിന്നു. ഞാൻ ചെയ്തതിൽ എവിടെയെങ്കിലും നല്ല കാര്യങ്ങളുണ്ടായിരിക്കാം, പുണ്യം ഉണ്ടായിരിക്കാം, അതൊക്കെ ഉണ്ടായിരിക്കാം. ഞാൻ തിരിച്ച് വീണ്ടും വളരെ ശക്തിയോടെ ഇന്ന് പണ്ടത്തെക്കാട്ടിലും അറിയപ്പെടുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് മാറാൻ സാധിച്ചു. തീർച്ചയായും സാർ, ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ അത്രത്തോളം ഇന്ന് ആളുകൾക്കിടയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സാർ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലിലൂടെ സാറിന് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു മീഡിയേറ്റർ ആവശ്യമില്ല എന്നുള്ളതാണ് അതിലൂടെ തെളിയുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഈ യൂട്യൂബ് മുഖേന പലരും ഉപയോഗിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ടാക്ടിക്സ് ഉണ്ട്. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, റീച്ചിന് വേണ്ടി. പക്ഷേ എൻ്റെ ഈ പറഞ്ഞ 50 വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ, അതിനകത്ത് ഒരു സാധനം പോലും ഞാൻ നെഗറ്റീവായിട്ട്, ഞാൻ ഓൺലി പോസിറ്റീവ്സ്, ഞാൻ പോസിറ്റീവ്സ് മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. സാർ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയേൻ്റെ ഈ OTT ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ വന്നല്ലോ. ഒരു പക്ഷേ സാറിൻ്റെ പണ്ടത്തെ സിനിമകളെയൊക്കെ സാറ് പറഞ്ഞ പോലെ തന്നെ ബാഡ് ലക്കിൻ്റെ സമയത്ത് വന്ന കുറേ സിനിമകളുടെ ആ ഒരു സാഹചര്യം
അതൊക്കെ ഇന്നാണെങ്കിൽ ഈ OTT പോലുള്ളതൊക്കെ വലിയ തരത്തിൽ സ്വാധീനം ചെയ്യില്ല. കാരണം സ്റ്റാലിൻ ശിവദാസ് ഒക്കെ പോലത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇന്നും വീണ്ടും നമ്മൾ TV-ൽ വരുമ്പോൾ ഞാനൊക്കെ എപ്പോഴും കാണാറുണ്ട്. വർണ്ണപ്പകിട്ടാണെങ്കിലും മയിൽപ്പീലിക്കാവാണെങ്കിലും ഇതൊക്കെ കുഞ്ചാക്കോ ബോബൻ്റെയൊക്കെ ജീവിതത്തിൽ തന്നെ മാറ്റിവരച്ച സിനിമകളാണല്ലോ. പക്ഷെ അതൊക്കെ ഇന്ന് OTT-ൽ വരികയാണെങ്കിൽ അത് വളരെ സ്വാധീനം ചെലുത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും പലരും ഞാനൊരു നിർമ്മാതാവാണെന്നുള്ള ഇപ്പോഴും പലരും അറിയാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും ഈ പറഞ്ഞത് നോക്കുമ്പോൾ പേര് കാണുക പ്രൊഡ്യൂസ്ഡ് ബൈ രോഹിത് ഫിലിപ്സ്, ദിനേശ് പണിക്കർ. ദിനേശ് പണിക്കർ നമ്മുടെ നടനല്ലേ, അയാൾ നിർമ്മാതാവാണല്ലേ എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ഒറ്റടിക്ക് എന്നെ അറിഞ്ഞിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ പതുക്കെ പതുക്കെ ചെറിയ റീച്ചിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാർ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങി എന്ന് ഞാൻ പറയാം. അതെ, ഈ 89-ലെ ഒരു ജീവിത രീതിയും ഇപ്പോൾ 2026-ൽ എത്തുമ്പോഴത്തേക്കും രാപ്പകൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ അഭിനേതാക്കളുടെ ആ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? കാരണം അവരുടെ ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാം ഒരേ വൈബാണ് എന്നുള്ള രീതിയിലേക്ക് മാറിയോ? ഞാൻ പറയാം, പണ്ടത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് വെച്ചാൽ നമ്മുടെ കിരീടം കാലമാണെങ്കിലും അതിനുശേഷമുള്ള കാലങ്ങളാണെങ്കിലും നമ്മൾ എല്ലാവരുമായിട്ട് സൗഹൃദത്തിലിരുന്ന് അന്ന് ഈ കാരവനൊന്നുമില്ല. ഞങ്ങളെല്ലാവരും അന്ന് മൊബൈലും ഇല്ല. മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും പോപ്പുലർ അല്ല. കാരണം എപ്പോഴും ഇങ്ങനെ കോളൊന്നും വന്നുകൊണ്ടിരിക്കില്ല. വല്ലപ്പോഴും ഒരു കോൾ വന്നാലേ എത്രയേ ഉള്ളൂ. അന്നത്തെ കാലത്ത് നമ്മളെല്ലാം ഇരുന്ന് വർത്താനം പറയും, തമാശ പറയും, പാട്ട് പാടും. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചില്ല എൻ്റെ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അവിടെ ഈ പറഞ്ഞ മഞ്ജു പാട്ട് പാടുന്നു, ദിവ്യ അതിനോട് വരുന്ന ഡാൻസ് ചെയ്യുന്നു, ബിജു മേനൻ നല്ല പാട്ടുകാരനാണ്. ബിജു മേനൻ അവിടെ ഭയങ്കരമായിട്ട്, പിന്നെ സുരേഷ് ഗോപി ഈ ഞങ്ങളുടെയൊക്കെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്ര തമാശ പറയുന്ന ഒരാളെ കിട്ടൂല. അപ്പോൾ അത്രയ്ക്ക് ഞങ്ങൾ അത് ആസ്വദിച്ച ഒരു സെറ്റാണ് പ്രണയവർണ്ണങ്ങളുടേത്. പക്ഷേ ഇന്ന് നമ്മളൊരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ലൊക്കേഷനിൽ നമ്മുടെ കൂടെ ഒരു ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ വഴിക്ക് തിരിയും. ആരും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പോലും അങ്ങനെയാണ്. കാരണം എനിക്കൊരു കാരവൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാരവനെ പോയിരിക്കും. അവിടെ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഫോൺ കളിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദം, റെസ്പെക്റ്റ് ഇതെല്ലാം വളരെ കുറഞ്ഞു. എസ്പെഷ്യലി ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ആരെയും അറിയില്ല. തീർച്ചയായും അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ വലിയ സ്റ്റാറായിട്ടുള്ള ആർട്ടിസ്റ്റായിട്ട് വരുമ്പോഴേക്കും ഈ മുമ്പിൽ നിൽക്കുന്ന ആളുടെ വാല്യൂ എന്താണെന്ന് അവർക്ക് പലർക്കും അറിയില്ല. ഞാനത് ഏറ്റവും മനസ്സിലാക്കിയിട്ടുള്ള മധു സാർ എന്ന് പറയുന്ന നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നൊരു വ്യക്തിയെ ഒരു സെറ്റിൽ ഞാൻ കണ്ടുകൊണ്ട് കണ്ടതാണ്. ഈ കാലുമേ കാല് കയറ്റി ഒരു കൊച്ചിങ്ങനെ ഇരിപ്പുണ്ട്. മധു സാർ നടന്നു വന്നിട്ട് ഈ കാലെടുത്ത് മാറ്റുകയോ എന്ന് നോക്കി ഒരു ഗുഡ് മോർണിംഗ് സാർ എന്ന് എഴുതിയേക്കും. ഇതാരോ ഒരു കളവും വന്നിരിക്കുന്നു എന്ന രീതിയിൽ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അവരോട് സഹതാപമാണ് തോന്നുന്നത്. കാരണം ഇവർ ഇൻഡസ്ട്രി എന്താണെന്നും ആരൊക്കെ ആ റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം വരാനായിട്ട്. ഞാൻ അവിടെ വലിയ ആളായി എന്നൊരു ചിന്ത അവിടെ വരാൻ പാടില്ല. തീർച്ചയായും. അതുപോലെ തന്നെ ഒരു സിനിമയുടെ സെയിൽ എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം മാറിയിട്ടുണ്ട്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഒരു സിനിമ ഇന്ന് വിജയിക്കുന്നത്. ജനങ്ങൾ അതിൻ്റെ കണ്ടന്റിനെക്കാട്ടുപരി ഇപ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു അത് കണ്ട് സിനിമ കാണാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് രീതിയാണ് ഇന്നുള്ളത്. അതുപോലെ തന്നെ ഒരു സിനിമയുടെ പ്രൊമോഷൻ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സിനിമ എന്തും ആയിക്കോട്ടെ, പക്ഷേ പ്രൊമോഷന് ഭംഗിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ 100 ആൾ കാണുന്നുള്ളൊരു പ്രതീക്ഷ. പിന്നെ 100 കോടി 50 കോടി ക്ലബിലേക്ക് സിനിമ കയറിയ വിജയം. അതിനപ്പുറം അതിലെ കണ്ടന്റോ അഭിനേതാക്കളുടെ മികവോ ഒന്നും ആരും നോക്കുന്നില്ലല്ലോ. അതിനോടൊക്കെ എന്താ ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രതികരണം? കോമൺ എന്ന് വെച്ചാൽ കാലം മാറിപ്പോയി. പണ്ടത്തെ കാലത്ത് ഞാൻ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്ന കാലത്ത് നമുക്ക് ആ പടം തിയേറ്ററിൽ നിന്നുള്ള വരുമാനം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ആ തിയേറ്റർ വരുമാനം തന്നെ ABC എന്ന് പറഞ്ഞ 3 കാറ്റഗറി തിയേറ്റേഴ്സാണ്. ആ തിയേറ്റേഴ്സിൽ നിന്ന് വരുന്ന A ക്ലാസ് നമുക്ക് ഇത്രയും വരും നമുക്ക് പ്രതീക്ഷിക്കാം. ആ വരുന്നതിൻ്റെ ഒരു ഇത്രയും ഇരട്ടി Bയിൽ വരും, C ആകുമ്പോൾ ഇത്രയും ഷെയർ വരും എന്ന് നമുക്കൊരു കണക്കൂട്ടലുണ്ടാവും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെ ഒരു കണക്കൂട്ടലില്ല. ഇപ്പം നമ്മളെല്ലാ ദൈവത്തിനും വിട്ടുകൊടുത്തുകൊണ്ട് പടം അങ്ങ് റിലീസ് ചെയ്യാണ്. നമ്മളൊരു കോടികളാണ് മുടക്കുന്നത്. മുടക്കിയിട്ട് അതിനുവേണ്ടി നമുക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊമോഷന് ഫിക്സ്ഡ് എമൗണ്ട് വേണം, തിയേറ്റർ റിലീസിന് ഭീകരമായ എമൗണ്ട് വേണം, ഇത് പ്രീ മാർക്കറ്റിംഗ് വേണം, പോസ്റ്റ് മാർക്കറ്റിംഗ് വേണം. അപ്പോൾ ഇതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും കോടികളാണ് നമ്മൾ മുടക്കുക. പണ്ട് ഇത്രയും ചിലവില്ല. അപ്പോൾ അത്രയും കാശ് മുടക്കിയിട്ട് ഒരു പൈസ പോലും തിരിച്ചു കിട്ടാത്ത പടങ്ങളുണ്ട്. തീർച്ചയായും ഭയങ്കര ഭീകരമായിട്ടുള്ള നഷ്ടം വരുന്ന പടങ്ങളുമുണ്ട്. അപ്പോൾ അത്രയ്ക്കും റിസ്കി ഫീൽഡായിട്ട് സിനിമ മാറി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിനിടയിൽ അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന മറ്റേ സിനിമ ഓടിയില്ലേ, ഈ സിനിമ ഓടിയില്ലേ എന്ന് ചോദിക്കും.
ഈ 1-2 സിനിമ ഓടിയത് കണ്ടുകൊണ്ടല്ല സിനിമ മുന്നോട്ട് പോകുന്നത്. എത്ര പേരുടെ നഷ്ടം വരുന്നുണ്ട്. ഇതൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വലിയ കണക്ക് തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു വിവാദം വരികയും ചെയ്തു. പക്ഷേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, സിനിമയിൽ അന്നും ഇന്നും ഒരു വിജയത്തിൻ്റെ ശതമാനം നോക്കുകയാണെങ്കിൽ ഒരു 100 സിനിമ റിലീസ് ചെയ്താൽ ഒരു വർഷം 20% കൂടുതൽ സിനിമകൾ ഓടാറില്ല. 20%. മാക്സിമം ആണെങ്കിൽ പറയുന്നത് 20%. ചിലയിടത്ത് ചില വർഷം 10% ആയിരിക്കും, ചിലത് 15 ആയിരിക്കും, ചിലത് ഒരു വർഷം കൂടുതൽ സിനിമകൾ ഓടിയെങ്കിൽ 20% വരെ ഓടാം. ബാക്കി 80% നഷ്ടമാണ്. ഇപ്പോൾ ഹോളിവുഡിലാണെങ്കിലും തമിഴിലാണെങ്കിലും സെയിം ക്രൈസിസ് ഇവിടെ മലയാളത്തിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു മൂവിയാണോ നടിച്ചു കയറി പോകുന്നത്, ബാക്കിയെല്ലാം അത് കണ്ടുകൊണ്ട് എല്ലാവരും വിചാരിക്കുക അത് കണ്ടോ അവിടെ കോടികൾ കിട്ടി, 100 കോടി കിട്ടി, അപ്പോൾ ഈ ഒരാൾക്ക് കിട്ടിയില്ലേ നമുക്കും കിട്ടില്ലേ. മാത്രമല്ല എൻ്റെ അടുത്ത് ഇപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നതെന്നറിയാമോ, ഒരു കഥയുണ്ട് സാർ, ഇത് കേൾക്കണം, ഇതൊരു 100 കോടി ക്ലബിൽ തീർച്ചയായിട്ടും കയറും സാർ. അത് അയാളുടെ വിശ്വാസം. സിനിമ അതിനു വേണ്ടി 100 കോടി ഞാൻ മുടക്കിയിട്ട് ആ സിനിമ എടുത്താൽ ചിലപ്പോൾ കുത്തുവാള എടുക്കുന്നത് ഞാനായിരിക്കും. അതുകൊണ്ട് സിനിമ എടുക്കാനുള്ള റിസ്ക് ഞാൻ എടുക്കുന്നില്ല. ഞാനിപ്പോൾ ഈ ആരെങ്കിലും വിളിച്ചാൽ ഉടനെ പറയും, സോറി കേട്ടോ ഞാനിപ്പോൾ സിനിമ നിർമ്മിക്കുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോഴത്തെ റണ്ണിങ് പ്രൊഡ്യൂസേഴ്സിനെ പോയി കണ്ടോളൂ. ഓക്കെ, അപ്പോൾ വളരെയധികം നന്ദി സാർ, നമ്മളോടൊപ്പം സാറിൻ്റെ തിരക്കിട്ട ഒരു ജീവിതശൈലിയിനിടയിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നതിന്. എന്തായാലും പ്രേക്ഷകരോട് എന്തെങ്കിലും? താങ്ക് യു വെരി മച്ച്. കാരണം ഞാനതിന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമുക്ക് ഓപ്പൺ ഔട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. അതും ഇത്ര ഫ്രീ ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാം. കാരണം നമുക്ക് ഇതിനകത്ത് കള്ളത്തരമില്ല. ഞാൻ ഈ പറയുന്ന മുഴുവൻ എൻ്റെ തന്നെ കഥകളാണ്, എൻ്റെ തന്നെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ എല്ലാവർക്കും ഉയർച്ചയും വരാം, താഴ്ചയും വരാം. അവിടുന്ന് വീണ്ടും തിരിച്ച് പിടിച്ച് കയറുന്നതാണ് ഏറ്റവും വലിയ ജീവിത ഭാഗ്യം എന്ന് പറയുന്നത്. ആ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ, ജീവിതത്തിൽ ആർക്കും ഒരു ദോഷം വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. തീർച്ചയായും വളരെയധികം നന്ദി നമ്മോടൊപ്പം ഈ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിൽ. അടുത്ത അതിഥിയുമായി നാളെ കാണാം. നന്ദി. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.